ഈനാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം കോട്ടയത്ത് തുറന്നു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വൈവിധ്യപൂർണമായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നേതൃത്വവും പരിശീലനവും നൽകുന്നതിനാണ് പഠന ഗവേഷണ കേന്ദ്രം തുറന്നത്. നാടിന്റെ വികസന മുന്നേറ്റത്തിന് യുവജന സഹകരണ സംഘത്തിലൂടെ യുവാക്കൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി 2021 സെപ്റ്റംബറിൽ ആരംഭിച്ചതാണ് ഈനാട് യുവജന സഹകരണ സംഘം. ഉറവിട മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചാണ് സംഘം മുന്നേറുന്നത്. ശൈശവ ദിശയിലുള്ള സംഘം 50 ലക്ഷം രൂപ ലാഭത്തിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈനാട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വൈവിധ്യപൂർണമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും പരിശീലനവും നൽകുന്നതിനാണ് ഈനാട് ക്യാമ്പസ് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. പൊതുവിൽ സഹകരണ മേഖലയിൽ യൗവനങ്ങൾ കുറവാണെന്ന പൊതുവീക്ഷണമാണ് യൗവനങ്ങളെ സഹകരണ മേഖലയിൽ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഞങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്തു. അത് പാഴായില്ല എന്നുള്ളതാണ് ഈ നാടിൻ്റെ വിജയകരമായ ഗാഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചടങ്ങിൽ ഈനാട് പുറത്തിറക്കിയ ഈനാട് സൈലം ബയോമീൽസ് ജൈവവളങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദുവിന് കൈമാറി മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സഹകരണ വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.